എന്തുകൊണ്ടാണ് മഴ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ബ്രേക്ക് പാഡും ബ്രേക്ക് ഷൂ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഹബ്ബൊക്കെ ക്ലീൻ ചെയ്തിടാൻ പറയുന്നത് വെച്ചാൽ ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. ഇത് നമ്മുടെ വാഗണറാണ് കേട്ടോ. ഈ ഒരു വാഗണറിൻ്റെ ഉപയോഗമൊക്കെ നമുക്ക് കഴിഞ്ഞു. വാപ്പാടെ ഒരു ആവശ്യത്തിനായിട്ട് എടുത്ത വണ്ടിയാണ്. നമ്മുടെ വീട്ടിലത്തെ ചെറിയൊരു ആംബുലൻസ് ആയിരുന്നു ഞങ്ങൾ ഈ ഒരു വണ്ടി. അപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് സംബന്ധമായിട്ടുള്ളൊരു പ്രശ്നവുമായിട്ടാണ് വണ്ടി ഇളക്കാൻ പോണത്. നേരത്തെ കാണിച്ചുകൊണ്ടിരുന്നതാണ്, സമയമില്ലാത്തതുകൊണ്ട് നമ്മളിത് ഇളക്കി ഒന്നും ചെക്ക് ചെയ്തില്ല. അപ്പോൾ ഇത് വേറൊന്നുമല്ല, 4 വീൽ ബ്രേക്ക് ചെയ്യണം. അപ്പം പ്രധാനമായിട്ടും ഇപ്പം മഴ സമയം കൂടി ആയതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങളെ വാഹനത്തിലാണെങ്കിലും 4 വീൽ ബ്രേക്ക് ജസ്റ്റ് നോക്കിയേക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ പണി കിട്ടും. ഈ ഒരു വണ്ടിയുടെ ഇപ്പോഴത്തെ നിലവിൽ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്നുള്ളത് കാണിച്ചു തരാം. അവനേടാ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബ്രേക്ക് ചവിട്ടിയും അടിക്കുകയും ചെയ്തടാ. അപ്പം ഈ കേട്ട ശബ്ദം ഉണ്ടല്ലോ, ഇതേ കണക്കുള്ള ശബ്ദം ഈ ഒരു വണ്ടിയുടെ ബ്രേക്ക് ചവിട്ടി വിടുമ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിരന്തരം ഓട്ടമായിരുന്നത് കൊണ്ട് മാത്രം ഇതൊന്ന് ഇളക്കി ചെക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം പുള്ളിക്കാരൻ പോയി. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ വണ്ടി ഒന്ന് നന്നാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ചെറിയ പണികളും കാര്യങ്ങളൊക്കെ കൊച്ചു വിഷയങ്ങളൊക്കെ ഉള്ളൂ. സ്റ്റീയറിംഗ് ബോക്സിന് ചെറിയൊരു വിഷയമുണ്ട്. അത് കണക്ക് തന്നെ ബ്രേക്കിൻ്റെ ഈ ഒരു ശബ്ദമല്ല, വേറെ വിഷയങ്ങളായിട്ടൊന്നും പ്രത്യേകിച്ച് ഇത് കാണുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യമേ ബ്രേക്കിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ ബ്രേക്ക് ഇളക്കുമ്പം നിങ്ങൾ എന്തുകൊണ്ട് ഈ മഴ സമയം ആകുമ്പോഴത്തേക്ക് ബ്രേക്കിൻ്റെ കാര്യത്തിൽ ഒന്ന് ഗൗരവമായി ഒന്ന് ചിന്തിക്കണം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ജസ്റ്റ് പറഞ്ഞുതരാം. മോനടാ, അപ്പോൾ നമുക്ക് ബ്രേക്കിൻ്റെ ശബ്ദം കേൾക്കുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഈ ഒരു ഭാഗത്തു നിന്നാണ് ബ്രേക്കിൻ്റെ ശബ്ദം കേൾക്കുന്നത്. അത് ചവിട്ടി വിടാൻ നേരത്ത് അതിൻ്റെ മെറ്റൽ പാർട്സ് ഒഴിയുന്നതോ അല്ലെങ്കിൽ ബ്രേക്ക് ഷൂ തീരാറായിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇങ്ങനെ ശബ്ദം കേൾക്കാം. അപ്പോൾ അത് നമ്മൾ ഇളക്കി എന്നതാണെന്ന് നോക്കിയിട്ട് അത് വേണ്ട രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യും. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇളക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഹബ്ബൊന്ന് ഇളക്കി നോക്കാം. സൗണ്ട് ഉണ്ടാക്കാതെ പണിയിടേ. സാധനം ഇളക്കിയെടുത്തു. ഇതിൻ്റെ ബ്രേക്ക് ഷൂ ഒക്കെ പുതിയതാണ് കിടക്കുന്നത് കേട്ടോ. ഞാൻ അടുത്തോട്ട് ഒന്ന് എളിയാ. അപ്പോൾ ഇത് നോക്കിയേ, ഇത് കാണുമ്പോഴത്തേക്ക് ബ്രേക്ക് ഷൂ ഒന്നും പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല. ഒന്നെങ്കിൽ ഈ വരുന്ന ഹാൻഡ് ബ്രേക്കിൻ്റെ യൂണിറ്റ് എന്തെങ്കിലും ഭാഗത്തൊരയോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ബ്രേക്ക് ഷൂവിൻ്റെ എഡ്ജുകൾ ഇതിനൊക്കെ മടക്ക് വരുന്ന ഭാഗമുണ്ടല്ലോ, അത് അപ്പർ സൈഡിൽ ഈ ഒരു ബാൻഡേജ് വരുന്ന ഭാഗത്തായിട്ട് ഒരയോ ചെയ്യുന്ന ശബ്ദമായിരിക്കും. നമുക്ക് ചെറുതായിട്ട് ഗ്രീസ് എന്തെങ്കിലും വെച്ചിട്ട് പേപ്പറിലൊന്ന് ക്ലീൻ ചെയ്യണം. എന്താണെങ്കിലും ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി ആ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നിലവിൽ നമ്മളെ വണ്ടിയിൽ ബ്രേക്ക് ഷൂവിനൊന്നും പ്രശ്നമില്ല. ജസ്റ്റ് ഇളക്കി ഒന്ന് തേച്ച് വൃത്തിയാക്കി ചെറുതായിട്ടൊന്ന് ഗ്രീസും തൊട്ട് വിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യാൻ പോയാൽ. നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ഒരഞ്ഞ മാർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, അവിടെ കണ്ടോ ഒരഞ്ഞ മാർക്ക്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നിർത്തിയാണെങ്കിലും ഇത് ജസ്റ്റ് പേപ്പർ കയറ്റി ഒന്ന് ക്ലീൻ ചെയ്ത് ചെറുതായിട്ടൊന്ന് ഗ്രീസ് ഇട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിലും അതേ കണക്കുള്ള മാർക്കിംഗ് ഇവിടെ ഉണ്ടെങ്കിലും ഇതിൽ നിന്ന് ആ ശബ്ദം കേൾക്കുന്നില്ല എന്നുള്ളതാണ്. അതേസമയം നിങ്ങളിതാ ഇതിനകത്തോട്ട് മൊത്തം നോക്കിയാൽ ഈ ഒരു ബ്രേക്ക് ഷൂ തേഞ്ഞതിൻ്റെ പൊടിയും കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അപ്പം ഇതിലൊരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ നിങ്ങളോട്, ഈ ഒരു വാഹനത്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനങ്ങൾ മഴ സമയമാകുമ്പോൾ ബ്രേക്ക് 4 വീൽ ബ്രേക്കൊക്കെ ഇളക്കി ഒന്ന് വൃത്തിയാക്കണം എന്ന് പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ ഇത്തരം പൊടിയും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ട് മഴ സമയത്ത് ഇതിൻ്റെ അകത്ത്, അതായത് ഈ ഒരു ബ്രേക്ക് ഷൂ ഈ ഒരു ഡ്രമ്മിൻ്റെ അകത്തൊക്കെ ഈർപ്പം കയറാനും അതല്ലെങ്കിൽ നല്ല ഫോഴ്സിന് വെള്ളത്തിലൊക്കെ അടിച്ചു കയറി ഓടുന്ന സമയത്തൊക്കെ ചെറിയ രീതിയിലെങ്കിലും ഇതിനകത്തോട്ട് വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. ഈ വെള്ളത്തിൻ്റെ അംശം ഉള്ളിലേക്ക് വന്നിട്ട് ഈ ഒരു പൊടിയുമായിട്ട് മിക്സായി കുഴ എന്നുള്ള രീതിയിൽ ഒരുമാതിരി തരി കണക്കായിട്ട് ഇതിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് കയറി ജാമാവാനോ ബ്രേക്ക് ജാമാവാനോ അത് കണക്ക് തന്നെ ഇതിൻ്റെ ഡ്രമ്മൊക്കെ പെട്ടെന്ന് ഈ ഒരു ഭാഗമൊക്കെ വരുന്ന സർഫസ് ഈ ബ്രേക്കിൻ്റെ ഷൂ പിടിക്കുന്ന ഭാഗമൊക്കെ ഡാമേജ് ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മഴ സീസണൊക്കെ ആവുന്ന സമയത്ത് നിങ്ങളെ വണ്ടിയുടെ ബ്രേക്ക് 4 ഇളക്കി ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നമ്മളത് ജസ്റ്റ് ഒന്ന് ഇളക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗത്തോട്ട് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് മാത്രമല്ല, ഈ ഭാഗത്ത് വരച്ചിട്ടുണ്ട്, ഈ ഭാഗത്തൊരുണ്ട്, അത് കണക്ക് ആ പൊടിയെ കയറി ഇവിടേക്ക് ഒരുമാതിരി ഇരിപ്പുണ്ട് കണ്ടോ. പിന്നെ നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്ന് വെച്ചാൽ ഇതിനെല്ലാം തേച്ച് വൃത്തിയാക്കി കിടിലമാക്കിയിട്ട്
ചെറുതായിട്ട് ഗ്രീസും തൊട്ട് വിടവിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. വീൽസിലൊന്നും ജാമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം തേച്ച് വൃത്തിയാക്കിയതാ സൈഡിലൊക്കെ നൈസിന് ഇത്തിരി ഗ്രീസും കാര്യങ്ങളൊക്കെ തെർമൽ ഗ്രീസും കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ കുറച്ച് ചെറുതായിട്ടൊരിത്തിരി പേരിന് വെച്ച് നമ്മൾ സെറ്റ് ചെയ്യാണ്. ബാക്കിയുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനിതാ ഇങ്ങനെ ചുമ്മാ അങ്ങോട്ട് പിടിച്ചിടണം. എന്നിട്ട് ബ്രേക്കൊന്ന് ഇതിൽ നിന്ന് സൗണ്ട് വരും, കുറച്ചാൾ കഴിയുമ്പോൾ മിക്കവാറും കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഷൂ എല്ലാം ഇളക്കി റീസെറ്റ് ചെയ്ത് വൃത്തിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഹബ്ബ് തിരിച്ചിട്ട് സെറ്റാക്കണം. ചിലർ ചോദിക്കും ഇതിനിപ്പം അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള. വേണ്ട, നമ്മൾ ബ്രേക്ക് പിടിക്കുന്നതനുസരിച്ചും ഹാൻഡ് ബ്രേക്ക് പിടിക്കുന്നതനുസരിച്ചും ഓട്ടോമാറ്റിക്കലി ഇത് അഡ്ജസ്റ്റ് ആയിക്കോളും. ഇനി ഇത് വലിച്ചു മുറുക്കണം. കറണ്ട് ഇല്ലാത്തതിനാൽ കൈപ്പണിയാണ് ഇനി മൊത്തവും. ആക്സൽ ബോൾട്ടൊക്കെ നല്ലോണം വലിച്ചു മുറുക്കിയേക്കണം. കാലെടുത്തേ, ചവിട്ടിയേ, കാലെടുത്തേ, ചവിട്ടിയേ, നല്ലോണം ചവിട്ടി വിട്ടേ. ഓക്കെ, നമുക്കിനി ശബ്ദം ഉണ്ടാകുന്ന നോക്കാം. ചവിട്ടിയോനെ, കാലെടുത്തേ, ചവിട്ടിയേ, കാലെടുത്തേ, ചവിട്ടിയേ, കാലെടുത്തേ, കാലെടുറാ, ചവിട്ട്, കാലെട്, ചവിട്ട്, കാലെട്, ചവിട്ട്, കാലെട്. എന്തുകൊണ്ടാണ് മഴ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ബ്രേക്ക് പാഡും ബ്രേക്ക് ഷൂ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഹബ്ബൊക്കെ ക്ലീൻ ചെയ്തിടാൻ പറയുന്നത് വെച്ചാൽ ഇതിനകത്തുണ്ടാകുന്ന പൊടി പയ്യെ ഇതിനകുള്ളിൽ ഈർപ്പം വന്നിട്ട് അത് ആ പൊടി എന്നുള്ളത് മാറിയിട്ട് അത് കാര്യമായി കല്ല് പോലെ അല്ലെങ്കിൽ വലിയ തരികളായിട്ട് രൂപാന്തരപ്പെടുകയും ഇതിൻ്റെ ഇടയിൽ കിടന്നിട്ട് അത് നമുക്ക് നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അത്തരങ്ങൾ വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലീൻ ചെയ്യാൻ പറയുന്നത്. ഇപ്പം ക്ലീൻ ചെയ്തിടണം എന്നുള്ളത് നിർബന്ധമായിട്ടൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിച്ചോ. അതാണ് തന്നെ എല്ലാ ഒരു 25,000 കിലോമീറ്ററിലും അല്ലെങ്കിൽ പറ്റുമെങ്കിൽ 20,000 അല്ലെങ്കിൽ 25,000 കിലോമീറ്ററിൽ 4 വീലും ബ്രേക്കൊക്കെ ഇളക്കി നമ്മളെല്ലാ വണ്ടികളും സർവീസിന് വരുമ്പോൾ 20,000 അല്ലെങ്കിൽ 30,000 സർവീസിന് വരുമ്പോഴത്തേക്ക് ബ്രേക്ക് ഇളക്കി നിർബന്ധമായിട്ട് നോക്കാറുണ്ട്. നിങ്ങളും അതേ കണക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ ബ്രേക്കിൻ്റെ പ്രശ്നമൊക്കെ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും റെഡിയാക്കി സെറ്റാക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.